ഹായ് ഫ്രണ്ട്സ്, മഴ തോർന്നപ്പോഴേ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. മാങ്ങ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. നല്ല നാട്ടുമാങ്ങയാട്ടോ ഇത്. ഒടുക്കത്തെ ടേസ്റ്റ് ആട്ടോ. കണ്ടിട്ട് ആരും കൊതിക്കണ്ട, തരാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് ഞാൻ മാത്രം തന്നെ കഴിച്ചോളാം. നല്ല ടേസ്റ്റുള്ള നല്ല നാട്ടുമാങ്ങയാട്ടോ. ഇതിൽ കുറേ ചീത്ത ആയതുകൊണ്ട് കുറേയൊക്കെ നല്ലതുമുണ്ട്. ഇതാ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഈ മാങ്ങ ഇട്ടിട്ട് നല്ല മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കും. മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നല്ല നാട്ടുമാങ്ങയാട്ടോ. ഈ മാങ്ങ നല്ല ഉപ്പും കുറച്ച് മുളക് പൊടിയും എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയതിൻ്റെ ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും ചെറിയ ജീരകവും പച്ചമുളകും കൂടെ അരച്ചിട്ട് ഇടുക. എന്നിട്ട് അതൊന്ന് തിളച്ചതിന് ശേഷം കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഇറക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കേണ്ട കാര്യം. അപ്പോൾ ഇതാ ഇന്ന് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കണം. അതിൻ്റെ മുമ്പ് ഒരു മാങ്ങ തിന്നേ വേണം കേട്ടോ. നല്ല ഈ ഒരു ഫ്രഷിൽ ഇതാണ് കേട്ടോ മാവ്. പിന്നെ ഇതാ നമ്മളെ ഇവിടെയാണ് കേട്ടോ അതിൻ്റെ ചെറിയൊരു ഗാർഡനൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കണ്ടോ. മഴ പെയ്തിട്ട് കവറിലൊക്കെ വെള്ളം നിൽക്കുക കേട്ടോ. ഇതൊക്കെ നാളെ സെറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒക്കെ ചീത്തയായിപ്പോയി. ഇവിടേക്കൊന്നും വല്ല പ്രശ്നമില്ല, മഴ വല്ലാതെ തട്ടുന്നില്ല. പിന്നെ നമ്മുടെ പൂച്ചെടികളൊക്കെ കണ്ടോ, നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത്. എന്ത് രസമാണെന്നറിയോ കാണാൻ. ഈ ഒരു ചെടി ഞാൻ വെച്ചിട്ട് അന്ന് മുതലേ ഇതിൽ ഫ്ലവറാണ്. എൻ്റെ എല്ലാ ചെടികളും അങ്ങനെ തന്നെ. ഞാൻ അത്ര സ്നേഹത്തോടെ നോക്കുന്നതുകൊണ്ടായിരിക്കും ഇവരൊക്കെ എപ്പോഴും ഫ്ലവർ ഇങ്ങനെ തരുന്നത് ഉണ്ടോ. പിന്നെ ഈ റോസാ ചെടി ഞാൻ വാങ്ങിക്കാറില്ല ഫസ്റ്റൊന്നും. പക്ഷേ ഇത്തവണ റോസാ ചെടിയും വാങ്ങിച്ച് അത് നന്നായി ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഇതാ മഴത്തുള്ളികൾ ഇങ്ങനെ പൂക്കളിൽ നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. പൂവ് വെയിറ്റായിട്ട് ഇങ്ങനെ താഴേക്കായി കിടക്കുക കേട്ടോ. അടിനീയത്തിൻ്റെ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് എൻ്റെ അടുത്ത്. ഈ വയലറ്റ് ലീഫുള്ള ചെടിയുണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ. പിന്നെ ഇതാ നമ്മൾ റോസയൊക്കെ ഉണ്ട്. എന്തായാലും ഒരു മാങ്ങ എടുത്ത് കഴിച്ച് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പുഴുവൊന്നും ഇല്ലായിരിക്കും. ഞാൻ ആദ്യം ഫസ്റ്റൊക്കെ ഈ മാങ്ങ കഴിക്കുമ്പം കത്തി വെച്ചിട്ട് മുറിച്ച് നോക്കും, അപ്പോൾ പുഴുവൊന്നും കാണാറില്ല. ഇങ്ങനെ കഴിക്കണം ഈ മാങ്ങ കടിച്ചിട്ട്. നല്ല ടേസ്റ്റാട്ടോ. ഇങ്ങനെ പറഞ്ഞ് കൊതിപ്പിക്കാനേ എനിക്ക് പറ്റുന്നുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നാളെ മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ പറ്റുമെങ്കിൽ കാണിക്കാം, വീഡിയോ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.